പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിവാഹിതയാകാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി പോകുമ്പോ ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകുന്നത് എന്റെ സർവീസ് ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ്. കേരളം ഭരിക്കുന്ന കേരളത്തിന്റെ ചെറുപ്പക്കാരനായ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ ശ്യാമപ്രസാദിനെയാണ് മാലുവിന് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാലുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരുപിടി അനുമോദനങ്ങൾക്കും സ്വീകരണങ്ങൾക്കുമൊക്കെ ഈ ചടങ്ങ് ഒരാരംഭമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാലുവിനെ നമുക്ക് യാത്രയാക്കാം. ആ മാലു, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞാനൊരു സഹായം ആവശ്യപ്പെട്ട മാലു അത് ചെയ്തു തരുമോ? എന്താ മാഡം? ദാ, എന്താ ഇത്? എന്റെ ട്രാൻസ്ഫറിനുള്ള റിക്വസ്റ്റാ. മാലു ഇത് ശരിയാക്കി തരണം. ഞാനോ? അതെ, മന്ത്രിയോട് ഭാര്യ ആദ്യം പറയുന്ന റെക്കമെൻഡേഷൻ ആവുമ്പോ മന്ത്രി ഉപേക്ഷിക്കില്ല. പറ്റില്ല എന്ന് പറയരുത്. എങ്ങനെയെങ്കിലും മാലു ഇത് ശരിയാക്കി തരണം. അയ്യോ, ഏതായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നോക്കട്ടെ. പിന്നെയൊക്കെ മാറ്റന്റെ ഭാഗ്യം. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. എന്നാ വരട്ടെ. ഞാൻ വരട്ടെ. ബൈ. മാലു, മറക്കരുത്. കഴിയുമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ പറയണം. ഓക്കെ മാറ്റം, ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ. വരട്ടെ. ശരി ബീന, ബൈ. ആ ടീച്ചർക്ക് എന്താ റെക്കമെൻഡേഷനാ? ആ, വീട്ടിലും വരണ്ട് ഒരുപാടെണ്ണം. മന്ത്രിയെ കൊണ്ട് അത് ചെയ്യിച്ചു തരണം, ഇത് ചെയ്യിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ്. ഈ കല്യാണം ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, പിന്നെ ഒറ്റ ഒരുത്തിനോ 500 മുറ്റത്തേക്ക് ചെല്ലൂല. വരണത് കംപ്ലീറ്റ് ആയിട്ട് ആനപ്പാറയിലെ മുറ്റത്തേക്കായിരിക്കും. നമ്മുടെ അച്ചമ്മയെ കാണാനായിരിക്കും. അച്ചമ്മയ്ക്ക് വലിയ സന്തോഷായിട്ടുണ്ടാവും അല്ലേ? പറയണോ, ഇന്ന് കാലത്ത് കൂപ്പിന്ന് 2 ആനയും കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര പ്രാക്ടീസിംഗ് ആണ്. എന്തിനാത്? കല്യാണത്തിനെ ആനയാത്ര പനിനീര് തളിക്കണത്. തളിയാനെ പനിനീര്, തളിയാനെ പനിനീര്, തളിയാനെ തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, തളിയാനെ പനിനീര്. നിങ്ങൾക്ക് ആരന്റെ ആനപ്പാപ്പാനേക്കിത്? അതിങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. തളിയാനെ പനിനീര്, ഇവിടെ തളിയാനെ പനിനീര്, പനിനീര് തളിയാനെ. പനിനീരം തെളിച്ച് പിണ്ടോപ്പിച്ചു. ഇപ്പൊ ഉമ്മറ മെനകേടായപ്പോ നമുക്ക് സമാധാനമായല്ലോ. എടോ, ഈ പിണ്ടൊക്കെ വേഗം ഇവിടുന്ന് കോരി കളഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടൻ വന്ന് കണ്ടാ മതി, തിന്നുകളയും. നിന്റെ ചേട്ടൻ ആനപ്പിണ്ടല്ലേ തിന്നണത്? ഒന്ന് പോടാ അവിടുന്ന്. നീ പഠിപ്പിക്കടാ. തളിയാനെ പനിനീര്, അങ്ങോട്ട് തളിയാനെ പനിനീര്. എന്താണെന്ന് കണ്ണൂർച്ചിട്ടുണ്ട്? തന്നോട് ആരാടോ പറഞ്ഞു ആന ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? ഞാൻ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടാ? അവിടെ ആന ഇല്ലാതെ കൂപ്പി പണി മുടങ്ങി. ആനകൾ ഇവിടെ കൊണ്ടു നിർത്തി കോപ്പറായം കാണിക്കുന്ന. കോപ്രായം കാണിക്കേ? എന്റെ പേര് കൊച്ചിന്റെ കല്യാണത്തിന് പനിനീര് കളിക്കുന്നത് കോപ്രായണ്ട. അതൊരു അന്തസ്സാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, സാമ്പാർ വിളമ്പാനും കൂടി ആനയെ ഏൽപ്പിക്ക്. അതും ഒരു അന്തസ്സാ. ഇവിടെ തന്നോട് വീരഭദ്ര, നീ എന്റെ അച്ഛനാവാൻ നോക്കരുത്. ആനപ്പാറയിലാന പനിനീര് തെളിക്കണോ സാമ്പാർ വിളമ്പണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. പോടാകത്ത് കേറി പോടാകത്ത്. ഏട്ടൻ ഇവിടെ ഉണ്ടായിട്ടാണ് അമ്മയെ കൊണ്ട് തോന്നിയാസൊക്കെ ചെയ്യിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ കൂടുന്ന ഒരു കല്യാണമാണ്. അതിന്റെ കൊത്ത നടുക്ക് 2 ആനയും. ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനായി എന്നടാവേ. ആനയ്ക്ക് പോലും ഞാൻ പോയി പനന്തിരി കളിക്കണോ? വേണ്ട, ഇവിടെ ഇങ്ങനെ മസിലും പഠിപ്പിച്ചോണ്ട് നിന്നോ. ഇതേ ഒരുമാതിരി മറ്റേടത്ത് വർത്താനം പറയല്. നിനക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് പോയി പറയണ പോലെ തുടങ്ങി. കാലത്തെ തുടങ്ങി 2 ഒന്ന് നിർത്തിക്കൂടെ? എടാ വീര, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? കല്യാണ പന്തലിൽ ആന ഉണ്ടായിരിക്കരുത്, അത്രല്ലേ ഉള്ളൂ. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തു പണി? എടാ, ഓരോ കിലോ പഞ്ഞി വാങ്ങി 2 ആനയുടെയും ചെവിട്ടി കുത്തി കയറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത്. ഇനി വെടി പൊട്ടിയാലും ആനയ്ക്ക് കേൾക്കില്ല. പിന്നാണോ പനിനീര് തെളിയാനെ പനിനീര് തെളിയാനെ പറഞ്ഞു തൊണ്ടയിലെ വെള്ളം പറ്റുമ്പോ അമ്മ തന്നെ പറഞ്ഞ് വിട്ടോളൂടാ. എങ്ങനെയുണ്ട് ഐഡിയ?
കൊള്ളാം കൊള്ളാം കൊള്ളാം. ആനയുടെ ചവിട്ടില് മാത്രമല്ല നിന്റെ അമ്മയുടെ ചവിട്ടിലും വെക്കണ പഞ്ഞി. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മയില്ലാത്ത ഒരു കൊച്ചന്റെ കല്യാണ ഇത്. പന്തലില് ആനയെന്നല്ല അമ്പാരിയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവും. നല്ല മനസ്സുള്ളവര് മാത്രം അവിടെ നിന്നാ മതി, മനസ്സിലായ? എനിക്കറിയാൻ പാടില്ല എന്റെ ദൈവമേ, കല്യാണത്തിന് വരുന്ന എത്ര എണ്ണത്തിന് ആന ചവിട്ടിക്കൊല്ലുന്നു. ആ വന്നല്ലോ രാജകുമാരി, അച്ഛമ്മയുടെ പൊന്നുമോള് വന്നല്ലോ. അച്ഛമ്മേ, അല്ല, മന്ത്രിക്ക് കോളേജിൽ വലിയ യാത്രയൊക്കെ ആയിരുന്നു കേട്ടു. ഓ അങ്ങനെ അങ്ങോട്ട് കളിയാക്കണ്ട. ഇപ്പൊ കോളേജിൽ ഇതൊക്കെ പതിവുള്ളതാ അല്ലേ മാലു? പിന്നെ എന്റെ കല്യാണത്തിന് കോളേജിൽ നിന്ന് മുഴുവൻ കുട്ടികളും കൂടി എന്നെ കാറിക്കൊണ്ടുവന്ന് ആക്കായിരുന്നു. ഉവ്വ, ഈ മരക്കൊന്നനെ കെട്ടാൻ വേണ്ടിട്ട് നിന്നെ കോളേജിൽ നിന്ന് പടയേറ്റ് കൊണ്ടുവന്ന് ആക്കണ്. വാ മോളെ. ഇളയച്ച അച്ഛനെവിടെ പോയി? ചേട്ടൻ വക്കീലിനെ കൂട്ടി നിന്റെ മന്ത്രിയെ കാണാൻ പോയിരിക്കാ. പോയിട്ട് നേരം കുറെ ആയി, കാണാൻ പറ്റിയിട്ടുണ്ടാവൂല. ഒന്ന് പോട നീ, കാണാൻ പറ്റാതിരിക്കുക. അയാൾ എന്താ മാഞ്ഞു പോയ? എന്താടോ വക്കീല്? ആ, അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വരാൻ പറ. എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല, ഒന്ന് പിടിച്ചു തരാൻ പറ. ആരും ഇല്ലടാ അവിടെ വക്കീലൊന്നും സഹായിക്കാൻ. എന്താ? ഒന്ന് പിടിച്ചു കൊടുത്തേടാ, അവിടുന്ന് ഏതാണ്ടൊക്കെ കൊടുത്തു വിട്ടുണ്ട്. ആ, അയ്യോ അച്ഛൻ! നോക്കി കണ്ണുകൊണ്ട് പിടിക്കേ. ഈശ്വര, അയ്യോ അച്ഛ! നിങ്ങളൊന്നും അങ്ങോട്ട് മാറി നിന്നെത്തി, കാറ്റ് കൊള്ളട്ടെ. വലിയേട്ടാ എന്താ പറ്റിയത്? വെള്ളം. ചേട്ടത്തി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടേ. ചേട്ടാ എന്താ പറ്റിയേ? വിഷമം എന്താണെന്ന് പറയേ. എന്താണ് വക്കീലേ, എന്താ ഉണ്ടായത്? ഡോ, തന്റെ വായിൽ നാവില്ലേ? എന്താ പറ്റിയെന്ന് പറ. ഞാനത് എങ്ങനെയാ പറയണത്? തൊള്ളോണ്ട് താനൊന്ന് പറയണ്ടോ? ഈ കല്യാണം നടക്കൂല. മന്ത്രിക്ക് നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന്. മന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതാ നമ്മുടെ കൊച്ചിന്റെ കല്യാണം മുടക്കാൻ. താൻ എന്താ പറഞ്ഞത്? ആനപ്പാറയിലെ കൊച്ചിന്റെ കല്യാണം മുടക്കിയതോ? ആർക്കാണോ അതിന് ധൈര്യം ഉള്ളത്? പറയണോ, ഈ നാട്ടിൽ ആർക്കാണ് ധൈര്യം ഉള്ളതെന്ന്? അതിന് എന്റെ കോങ്ങയ്ക്ക് പിടിച്ചിട്ടെന്താ കാര്യം? പിടിക്കുന്നെങ്കിൽ അയാളുടെ കോങ്ങയ്ക്ക് പോയി പിടിക്കണം. ആ 500 അയാളാ ഈ കല്യാണം മുടക്കിയത്. 6 MLA-മാരെ കൊണ്ട് 500 പറയിച്ചു. ഈ കല്യാണം നടന്നാൽ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഒടുവിൽ മന്ത്രിസഭ വീഴുന്നായപ്പോ മന്ത്രി കല്യാണത്തിന് പിന്മാറി. ഈ 500 ആനെ തോൽപ്പിക്കാൻ ആനപ്പാറക്കാർക്ക് ആഭ്യന്തരമന്ത്രി ആനപ്പാറക്കാർ എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞാൻ തുപ്പിയത്. അത് നീ എന്താ തുപ്പത്? മുതലാളി എന്റെ വായി തുപ്പിയിട്ട്. അത് നീ തുപ്പടുത്തോന്ന് കോണാമ്പി പോലെ വായ പൊളിച്ചിട്ടല്ലേ? അങ്ങോട്ട് മാറിയിടാ. മാറിയിരുന്ന ചെവിയേക്കൂല മുതലാളി. കേട്ടിട്ടെന്തിനാ മലമറയ്ക്കാനോ? അങ്ങോട്ട് മാറിയിടാ. ആ അപ്പൊ ചന്തി കൊണ്ട് നിലനിടയ്ക്കാണോ? എന്നിട്ട് മാറിയിരിക്കാൻ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ആ തള്ളയും മക്കളും അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. കൊല്ലോടാ, ആ കിളവരി ഞാനിന്ന് കൊല്ലോടാ, കൊല്ലും. അമ്മേ എന്താ ഇത്? ഇതിനൊക്കെ ചോദിക്കാനും പറയാൻ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങള് എന്നാ ഇന്നടാ ഇത് കൊണ്ടുപോയി ചോദിക്ക്. നീയൊക്കെ ആണാണെങ്കിൽ പോയി കൊന്നിട്ട് വേണാ. എന്താ 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 ഇത്? ദേ വക്കീലുണ്ട്, എന്റെ ഈ സ്വത്തും പണം എല്ലാം ഉണ്ട്. ചെല്ലടാ ചെല്ല്. കേസും കോടതിയൊന്നും ഈ അച്ചമ്മയ്ക്ക് പുത്തിരിയല്ലടാ. അച്ഛമ്മ എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയണത്? അതേടോ ഭ്രാന്താണ്. ആനപ്പാറയിൽ അച്ചമ്മയ്ക്ക് ഭ്രാന്താണ്. ഭ്രാന്ത് മൂത്തപ്പളം ഞാൻ അയാളെ കൊന്നേന്ന് താൻ കോടതിയിൽ പോയി പറഞ്ഞു. നോക്കി നിൽക്കാൻ അമ്മയുടെ കയ്യിൽ തോക്ക് മേടിക്കടാ. അമ്മ അവിടെ നിൽക്കാൻ. കൊല്ല കൊല്ലു ഞാൻ.
അടുത്ത് വരരുത്. തോക്കിങ്ങമ്മേ തരില്ല. അമ്മ അതിക്ക് തന്നേ അമ്മയോട് മാറി തോക്കി ഞാൻ മേടിക്കാം. കടിക്കല്ലേ 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 കടിക്കല്ലേ. എന്തായി കാണിക്കുന്നു?